ഈ പ്രശസ്ത നടിയും മോഡലുമായി പൂനം പാണ്ഡെ അന്തരിച്ചതായി നടിയുടെ മാനേജർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. അടക്കപ്പെടാന്നാ പറഞ്ഞേ? 10 മണിക്ക് അച്ഛനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, അച്ഛനെ വിളിച്ച് അടക്ക് വൈകിട്ടത്തേക്കാക്കാൻ പറ. സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നാണ് മരണമെന്നാണ് വിശദീകരണം. ജയം പോയി ചന്ദ്രൻ. ജയനില്ലാത്ത ഈ ലോകത്ത് ഞാനിനി ഉണ്ടാവില്ല. ഞാനും മരിക്കാൻ പോവുക. നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി. കമ്പി വന്നിരുന്നു. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു പൂനം പാണ്ഡെ മരിച്ചു എന്ന് കേട്ടപ്പോൾ. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേയില്ല. താൻ മരിച്ചിട്ടില്ല എന്നൊരു സന്ദേശം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് പൂനം പാണ്ഡെ. കോപ്പ് അത് ശരി, ചത്തില്ലായിരുന്നോ? ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് താൻ ആ ഒരു വീഡിയോ സന്ദേശം ഇറക്കിയതെന്നും പൂനെ പറയുന്നു. സ്വന്തം മരണം കേട്ടറിഞ്ഞു വരുന്നവരെ കാണാനുള്ള ഒടുക്കത്തെ ക്യൂരിയോസിറ്റി ഇട്ടതല്ലേ പരസ്യം. ഒരു മരണക്കളി. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയിലൂടെ തരുന്നത്? പുല്ലുവില പരമനാറി പട്ടി കഴിവേറടാ മോളെ. ഓഹരിത്തരം കാണിക്കരുത്, അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. ആളുകളെ വേദനിപ്പിച്ചതിന് പൂനം മാപ്പ് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഒന്നുമില്ലേ? ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അടിക്കൊന്നും വേണ്ട. മുത്തച്ഛന്റെ കുട്ടി തമാശ കാണിച്ചായിരുന്നു. ബോധവൽക്കരണത്തിന് വേണ്ടി മാത്രമാണ് നിലവിൽ പൂനം പാണ്ഡെ ഇത്തരത്തിലൊരു സന്ദേശം ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. ശരിക്കും അടാറ് പരിപാടിയായി പോയി. ഞാനങ്ങ് ത്രില്ലടിച്ചട്ടെ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. കുഴപ്പമൊന്നുമില്ലല്ലോ. മോനും നേരെ നിന്നല്ലോ. നിന്നച്ചാ വിളിക്ക, നിനക്ക് അടിയുടെ കുറവാണ്. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് ആദ്യം മനസ്സിലാക്കാം. വലിച്ചു കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് ജീവനുണ്ട്. 24 മണിക്കൂറാണ് നിന്നെ ഇറക്കി വിടി. അമ്മായിമ്മടെ പാറ്റ